ഹലോ ഓൾ വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. അപ്പോൾ എന്തുണ്ട് വിശേഷം? അപ്പോൾ ഇന്നത്തെ പ്രീ മാർക്കറ്റ് സെഷനിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ്സിൻ്റെ അവസ്ഥയൊന്ന് പരിശോധിക്കാം. ഗ്ലോബൽ മാർക്കറ്റ്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഡോ ജോൺസ് ഫ്യൂച്ചർ ആൻഡ് S&P 500 നോക്കുകയാണെങ്കിൽ തന്നെ പോസിറ്റീവാണ്. നാസ്ഡാക്ക് ക്ലോസ് ചെയ്തതും മോസ്റ്റ്ലി ഒരു പോസിറ്റീവ് രീതിയിലാണ് ക്ലോസ് ചെയ്തത്. ബുള്ളിഷ് സ്ട്രൈക്കിൻ്റെ ഒരു ചെറിയ സൂചന ഗ്ലോബൽ മാർക്കറ്റിൽ ഉണ്ട്. ഇപ്പോൾ US മാർക്കറ്റ് ഒന്ന് സ്റ്റേബിളാണ്, നമുക്കൊന്ന് ആദ്യത്തെ ഘട്ടം എന്ന നിലയിൽ നമുക്ക് മനസ്സിലാക്കി വയ്ക്കാം. ബട്ട് യൂറോപ്യൻ മാർക്കറ്റ്സ് നോക്കുകയാണെങ്കിൽ സെല്ലിംഗ് പ്രഷർ നേടുന്നുണ്ട്. അപ്പോൾ അതൊരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് മാർക്കറ്റിൽ കണ്ടിന്യൂ ചെയ്യുമെന്നുള്ളൊരു ചില മേ ബി ഒരു സൂചനയായിട്ട് നമുക്ക് കണക്കാക്കാം. അപ്പം ഏഷ്യൻ മാർക്കറ്റ്സ് നമുക്ക് നോക്കാം. ഇപ്പോൾ ഏഷ്യൻ മാർക്കറ്റ്സ് നോക്കുകയാണെങ്കിൽ തന്നെ ടോട്ടലി എല്ലാ മാർക്കറ്റും പോസിറ്റീവാണ്. അപ്പോൾ ഹാങ്സങ്, സ്ട്രേറ്റ് ടൈംസ്, തായ്വാൻ വെയിറ്റഡ് എല്ലാം കാണിക്കുന്നത് പോസിറ്റീവായിട്ടാണ്. ബട്ട് ഗിഫ്റ്റ് നിഫ്റ്റി ഓൾസോ ഒരു സ്ലൈറ്റ് പോസിറ്റീവ് ബയസിൽ ട്രേഡ് ചെയ്യുമെന്നുള്ള രീതിയിൽ ആണ് കാണിക്കുന്നത്. 20-30 പോയിൻറ്റ്സിൻ്റെ മേ ബി ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നമുക്ക് നിഫ്റ്റിയിൽ എക്സ്പെക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗിലേക്ക് പോകാം. കാര്യം വലിയ പോസിറ്റീവ് ബയസിലേക്ക് പോയിട്ടില്ല, എന്നാൽ പോസിറ്റീവ് ബയസ് ആണെന്നുള്ള രീതിയിൽ നിൽക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് ബാങ്ക് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി ലെവൽസ് പരിശോധിക്കുകയാണെങ്കിൽ അപ്പോൾ ടോട്ടലി മാർക്കറ്റ് എന്താണ്, ഞാനിവിടെ ഒരു സോൺ വരച്ച് വെച്ചേക്കുന്നത് നിങ്ങൾ കണ്ടു. ഒരു സോണിലാണ് ഓൾ ടൈം ഹൈക്ക് ശേഷം മാർക്കറ്റ് ഡൗൺ സൈഡ് വന്ന് ആൻഡ് ഒരു ഡിമാൻഡ് എടുത്ത് നിൽക്കുന്ന സോൺ എന്ന് പറയുന്നത് 25,700 ആണ്. ടോട്ടലി ഒരു ഡിമാൻഡ് ഏരിയ ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്ന ഒരു സോണെന്ന് ഈ ഒരു ഏരിയ മാർക്ക് ചെയ്തപ്പോൾ തന്നെ സിംപ്ലി നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇതാണ് ഒരു ഡിമാൻഡ് ഏരിയ ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റിയ സോൺ. അപ്പോൾ 25,700 റേഞ്ചിൽ ബയേഴ്സിൻ്റെ പ്രസൻസ് ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇനി മാർക്കറ്റ് എങ്ങോട്ടാണ് പോകുന്നത്, അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിൽ നിന്നുള്ള റിയാക്ഷൻ നമുക്കറിയണം. ഒന്നെങ്കിൽ മാർക്കറ്റ് ഈ 26,300 എന്നുള്ള ഈ സോൺ, അതായത് മുന്നത്തെ ഓൾ ടൈം ഹൈയിൽ വന്ന് മാർക്കറ്റ് റിയാക്ട് ചെയ്യണം. ഇപ്പോൾ ഈ രണ്ട് ഏരിയയിലുള്ള റിയാക്ഷൻ, ഈ ഒരു ഏരിയയിൽ നിന്ന് റിയാക്ട് ചെയ്താൽ നമുക്കറിയാം മാർക്കറ്റ് അപ്പ് സൈഡ് പോകുകയാണെങ്കിൽ ഇവിടെ നിന്ന് അറിയാം, ഡൗൺ സൈഡ് വരികയാണെങ്കിൽ ഇവിടെ നിന്ന് അറിയാം. സോ ഈ രണ്ട് സോൺസ് ആണ് പ്രധാനപ്പെട്ടത്, ഒരു ഡിമാൻഡ് ഏരിയ ആൻഡ് സപ്ലൈ. അപ്പോൾ മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നതിൽ നിന്നായിരിക്കും നമ്മുടെ ഒരു മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ നമ്മൾ തീരുമാനിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ അറിയാം, ഇവിടെയൊക്കെ ഒരുപാട് ഈ രണ്ട് സോൺസ് വരയ്ക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറയുന്നത് ഈ രണ്ട് സോൺസിൻ്റെ അപ്പുറത്തായിട്ട് ഒരുപാട് സ്റ്റോപ്പ് ലോസുകളുണ്ട്. സോ ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ് എന്തായാലും ഈ ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങിനേക്കുള്ള ഒരു സാധ്യത നമുക്കിവിടെ കാണണം. അപ്പോൾ നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ തന്നെ ഇതൊരു ലിക്വിഡിറ്റി ഏരിയ ആയിട്ട് വർക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഈ ഒരു ഏരിയയിൽ ഈ ഒരു സപ്ലൈ റേഞ്ച് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി 26,200 എന്ന് പറഞ്ഞാൽ ഈ സോണും മേ ബി ഒരു സപ്ലൈ ആയിട്ട് ആക്ട് ചെയ്യാൻ ഉള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ മാർക്കറ്റിൽ ഇന്നുള്ള ഒരു ദിവസം, ഇന്നത്തെ ഓപ്പണിങ്ങിൽ ചാടിക്കേറി ട്രേഡുകൾ എടുക്കാതെ ഈ ഏരിയകളിൽ മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ തീരുമാനിച്ച ശേഷം മാത്രം നിങ്ങൾ ഒരു ട്രേഡ്സ് പുഷ് ചെയ്യാനായിട്ടുള്ള കാര്യം ശ്രമിക്കുക. ആൻഡ് മൈനർലി ഇൻട്രാഡേ ഏരിയാസ് നോക്കുകയാണെങ്കിൽ തന്നെ ഇതാ കണ്ടില്ലേ, ഈ ഒരു ഏരിയ ഇന്നലെ മാർക്കറ്റിൻ്റെ ഗ്യാപ്പ് അപ്പിന് ശേഷം ഹോൾഡ് ചെയ്ത ഏരിയയാണ്. അപ്പോൾ മാർക്കറ്റ് ഈ ഏരിയയിൽ റിയാക്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടെ ഉറപ്പുവരുത്തുക. ഡൗൺ സൈഡ് വരുവാണെങ്കിൽ ഫസ്റ്റ് ഘട്ട നിലയിൽ ഈ ഒരു സോണിൽ 26,000 എന്നുള്ള ഈ റേഞ്ചിൽ മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ശേഷം ഉള്ള ഒരു ഡിമാൻഡ് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉള്ള സോൺ ഇതാ ഈ ഏരിയ അല്ല, മൈനർലി ഉള്ള ഇൻട്രാഡേ ലെവൽസ് ഇതൊക്കെയാണ്. അപ്പോൾ ഈ ഏരിയകളിലെല്ലാം ബയേഴ്സ് ആക്റ്റീവ് ആണോ എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ പരിശോധിക്കുക. അപ്പോൾ ഡിമാൻഡിൻ്റെ ടോട്ടൽ ഒരവസ്ഥയാണ് ഞാനിവിടെ വരച്ചത്, ഡിമാൻഡ് ഏരിയാസ് എവിടെയൊക്കെ വരാമെന്നുള്ളത്. ബട്ട് പ്രോപ്പർ ഡിമാൻഡ്സ്, ഒരു ഹ്യൂജ് ബൈയിങ് ഡിമാൻഡ് ഇതാ ഈ സോൺസിൽ നിങ്ങൾ പ്രതീക്ഷിക്കാം. 25,770, അതായത് മാർക്കറ്റ് ഈ ഏരിയ ഒന്ന് ഹോൾഡ് ചെയ്യാതെ താഴെ വന്നാൽ ഈ ഒരു 25,770 എന്നുള്ള ഏരിയയിൽ നല്ലൊരു ഡിമാൻഡ് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. കാര്യം മുന്നേ നല്ല ഡിമാൻഡ് ആയിരുന്നു, നിങ്ങൾ ഇവിടുത്തെ പ്രൈസ് ആക്ഷൻ കണ്ടാൽ അറിയാം. ഈ ഏരിയയിൽ നിന്നും കറക്റ്റ് ബുള്ളിഷ് എൻഗൾഫിംഗ് തന്നു പോയി ആൻഡ് മാർക്കറ്റ് ഡൗൺ സൈഡ് വന്നു, വീണ്ടും ഈ ഏരിയ ടച്ച് ചെയ്തപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ലൊരു ബൈയിങ് പ്രഷർ കാണിച്ചു, തിരിച്ച് വീണ്ടും ഈ സോണി വന്നപ്പോൾ ബൈയിങ് പ്രഷർ കാണിച്ചു. സോ മാർക്കറ്റിൻ്റെ ഓവറോൾ ഡിറക്ഷനിൽ ഒരു കാര്യം സൂചിപ്പിച്ച് തരാം, ഈ ഒരു ഏരിയയിൽ ബയേഴ്സ് ആക്റ്റീവ് ആണ്. സോ നമുക്ക് ഒരു ഡൗൺ സൈഡ് വരുവാണെങ്കിൽ ഇവിടെ നിന്ന് മാർക്കറ്റ് റിവേഴ്സൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മൈന്യൂട്ട്ലി ഞാൻ നിഫ്റ്റിയിൽ വരയ്ക്കുന്ന ലെവൽസ്. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ അതിൻ്റെ വ്യൂ കണ്ടിന്യൂ ചെയ്ത് ഞാൻ പോവുകയാണ്. ഡിമാൻഡ് ഏരിയ ഞാൻ വരച്ചു വെച്ചിട്ടുണ്ട്, സപ്ലൈ സോണും വരച്ചു വെച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു വ്യൂ എന്ന് പറയുന്നത് ഇവിടെ ഒരാഴ്ചയായിട്ട് ഒരു മാറ്റമില്ല, ഞാൻ കണ്ടിന്യൂ ചെയ്യുകയാണ്. എൻ്റെ ചാർട്ടിൽ പോലും ഞാൻ ഒരു മാറ്റം വരുത്തിയിട്ടില്ല. കാര്യം ഈ ഒരു ഏരിയാസ് കടന്നു കിട്ടിയാൽ മാത്രമേ ഞാനൊരു ബാങ്ക് നിഫ്റ്റിയിൽ ഒരു പ്രോപ്പർ വ്യൂസിലേക്ക് പോകത്തുള്ളൂ. പറ്റുമെങ്കിൽ ഒരു 60,000 കിടക്കുക, അല്ലെങ്കിൽ 58,740 കിടക്കുക. അപ്പോൾ ഈ രണ്ട് സോണിൻ്റെ ഉള്ളിൽ നിന്ന് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ വലിയ വ്യൂ ഞാൻ പറയുന്നില്ല. നമുക്ക് ഒരാഴ്ചയുടെ നമുക്കുള്ള വ്യൂ ബാങ്ക് നിഫ്റ്റിയിൽ സ്റ്റിൽ കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് എന്തെങ്കിലും പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ന്യൂസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ന്യൂസ് ഉണ്ട്. അപ്പോൾ ന്യൂസിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് HCL ടെക്നോളജീസ് പുതിയൊരു കമ്പനി അക്വയർ ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. ജാസ്പർ സോഫ്റ്റ് എന്ന് പറഞ്ഞ കമ്പനി ഒരു ക്ലൗഡ് സോഫ്റ്റ്വെയർ ഗ്രൂപ്പാണ്. അപ്പോൾ അവരെ അക്വയർ ചെയ്യാനുള്ള ഒരു ശ്രമം HCL ടെക്നോളജീസ് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ആന്റണി വേസ്റ്റ് ഹാൻഡ്ലിംഗ് സെല്ലിന് പുതിയൊരു കോൺട്രാക്ട് ഒരു 329.45 കോടിയുടെ ഒരു കോൺട്രാക്ട് വന്നിട്ടുണ്ട്. താനെ മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നാണ് സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട
ഒരു ന്യൂസ് ആന്റണി വേസ്റ്റ് മാനേജ്മെന്റ് വന്നിട്ടുണ്ട്. സോ പോസിറ്റീവ് ന്യൂസ് ആണ്. കമ്പനി ഒരു ഡിമാൻഡ് ഏരിയയിൽ നിന്നും റിവേഴ്സലായി നിൽക്കുകയാണ്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ശേഷം സാത്വിക് എനർജിക്കും ഒരു 456 കോടിയോളം വരുന്ന രൂപയുടെ ഒരു പ്രോജക്റ്റ് വന്നിട്ടുണ്ട്. ശേഷം ഉള്ള പ്രധാനപ്പെട്ട ന്യൂസ് ആണ് പ്രസ്റ്റീജ് എസ്റ്റേറ്റ്സിനാണ്. പ്രസ്റ്റീജ് എസ്റ്റേറ്റ്സ് ഒരു 25 ഏക്കർ ലാൻഡ് എവിടെ അക്വയർ ചെയ്തിട്ടുണ്ട്? ചെന്നൈയിൽ അക്വയർ ചെയ്തിട്ടുണ്ട്. അപ്പം അതും ഒരു നല്ല ന്യൂസ് ആയിട്ട് നമുക്ക് കാണാം. പിന്നെ മാൻ ഇൻഡസ്ട്രീസ് ഹോൾഡ് ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. മാൻ ഇൻഡസ്ട്രീസിൽ ഒരു ഇൻകം ടാക്സ് റെയ്ഡ് ഇന്നലെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വേറെ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് ന്യൂസൊന്നും ഞാൻ കണ്ടിട്ടില്ല. കമ്പനിയിൽ വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. നമുക്ക് നോക്കാം. പിന്നെയുള്ള പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട ന്യൂസ് എന്ന് പറയുന്നത്, അപ്പോൾ അംബുജ ACC ആൻഡ് ഓറിയൻ സിമന്റ് മെർജ് ചെയ്യുന്ന കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞായിരിക്കും. അപ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടറിന്റെ ഭാഗത്ത് നിന്ന് ഏകദേശം അപ്രൂവൽ വന്നിട്ടുണ്ട്. അപ്പോൾ ന്യൂസ് എന്ന് പറയുന്നത് അംബുജ 328 ഷെയർസ് കൊടുക്കും. എത്രയാണ്? ACCയുടെ 100 ഷെയർ ഹെൽഡ് ചെയ്യുന്നവർക്ക് എന്നുള്ള ന്യൂസ് ഉണ്ട്. അപ്പോൾ ഓറിയൻ സിമന്റ് ഹോൾഡ് ചെയ്യുന്നവർക്ക് അങ്ങനത്തെ ഷെയർ ന്യൂസുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസസ് എന്നുള്ളത്. അപ്പോൾ പ്രത്യേകിച്ച് അപ്പോൾ എന്താ പറയുക, ന്യൂസസ് എന്ന് പറയുന്നത് കുറച്ച് ഓർഡേഴ്സ് വരുന്ന ന്യൂസസ് ആണ്. ഇന്ന് എൻ്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും സ്റ്റോക്ക് ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് പ്രധാനപ്പെട്ട നിങ്ങൾക്ക് പറയാനായിട്ടുള്ളൊരു ന്യൂസ് എന്ന് പറയുന്നത്, നമുക്ക് അതിൽ ഒന്നോ രണ്ടോ സ്റ്റോക്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ബട്ട് ടൈം അധികം ആവേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ കൂടുതൽ പറയാത്തത്. സോ ജെയിൻ റിസോഴ്സ് സൈക്ലിംഗ് നമ്മൾ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കാണ്. അപ്പോൾ ഞാൻ ഇന്നലെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഇന്ന്. അപ്പോൾ ജെയിൻ റിസോഴ്സ് സ്റ്റിൽ ഹോൾഡിംഗ് ആണ്. അപ്പോൾ ഞാൻ ഹയർ ലെവൽസിലേക്ക് മൂവ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, സോ അപ്പം ബാക്കി വാച്ച് ലിസ്റ്റ് കാര്യങ്ങൾ ഞാൻ ടെലിഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ വൈകിട്ട് കാണാം. താങ്ക്